ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ മാറ്റിയിരിക്കാൻ ഒന്ന് കുഞ്ഞുന് കരാട്ടൻ്റെ ക്ലാസ് ഉണ്ട്. അപ്പോൾ ഓൾ ഒറ്റയ്ക്കേ ഉള്ളൂ. അപ്പോൾ കൂട്ടാൻ പോകണം. കൊണ്ടുപോയൊക്കെ ഞാൻ വണ്ടിയിൽ പറഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ കൂട്ടാൻ പോകണം. അപ്പോൾ അതിന് സമയമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടി മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ എനിക്കിന്ന് തോന്നി ഒരു വീഡിയോ ചെയ്യാം. ഒരു രസകരമായ സംഭവം എൻ്റെ മനസ്സിലിങ്ങനെ ഓടിയതാണ് കേട്ടോ. എൻ്റെ കാര്യം മാത്രമാണ് ഞാൻ പറയണത്, നെഗറ്റീവായിട്ട് ആരും എടുക്കരുത്. ഇന്ന് രാവിലെ ഞാൻ കുഞ്ഞുനെ മദ്രസിലാക്കാൻ വേണ്ടി പോയിരുന്നു. 6 മണിക്കാണ് ഓക്ക് മദ്രസ കേട്ടോ. അപ്പം ഞാനിങ്ങനെ ഓടിയിരുന്നു ഓളെ കൊണ്ടുപോയാക്കാൻ വേണ്ടിയിട്ട്. ഓളെയും കൂട്ടിയിട്ട് ഓടുണ്ട്. തിരിച്ച് വരുമ്പോഴും ഞാൻ ഓടി ഇങ്ങനെ വരികയാണ്. എത്രയും പെട്ടെന്ന് പെരയിലെത്തട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഓടി വരുന്നത്. അപ്പോൾ ഒരു കാക്ക, നമ്മളവിടെ അടുത്തുള്ളൊരു കാക്ക കേട്ടോ. അപ്പോൾ കാക്ക ഞാൻ സ്ഥിരം കാണണം, എന്നോടൊരു തമാശയൊക്കെ പറയണതാണ് എപ്പോഴും. അപ്പോൾ എന്നോട് ചോദിച്ചു, എന്താ മോളെ നീ ഓടണേന്ന് വെച്ചു. ഞാൻ പറഞ്ഞു, ഒന്നുമില്ല കാക്ക, ഒരുപാട് പണിയുണ്ട് ചെന്നിട്ട്, അതാണ് ഓടണേന്ന്. അപ്പോൾ എന്നോട് ചോദിച്ച്, എന്ത് പണിയാണ് എനിക്കൊക്കെ പെരയിൽ ഓൻ കൊണ്ടുവരണേ ഇങ്ങനെ തിന്നിരിക്കാന്നല്ലാതെ എന്ത് പണിയാണ് എനിക്കൊക്കെ പെരയിലുള്ളതെന്ന് വെച്ചു. എനിക്കിങ്ങനെ മനസ്സിലായി. അത് ഞാൻ തമാശയായിട്ട് ചോദിച്ചാണ് കേട്ടോ. ഞാനത് തമാശയായിട്ട് എന്നെ എടുത്തിട്ടുള്ളൂ. എനിക്കിങ്ങനെ തോന്നി, ശരിക്കും പറഞ്ഞാൽ സമയമില്ല. നമ്മൾ എല്ലാ വീട്ടമ്മമാരെയും അവസ്ഥ തന്നെ ആയിരിക്കും. എൻ്റെ കാര്യം കേട്ടോ ഞാൻ പറയണത്. എനിക്ക് ഒരു തുള്ളി സമയം എനിക്ക് കിട്ടുന്നില്ല. എൻ്റേതായ കാര്യങ്ങൾ ചെയ്യാൻ പോലും എനിക്ക് സമയം കിട്ടില്ല. ഞാൻ നോക്കിയിട്ട് എല്ലാവർക്കും ഇങ്ങനെയാണോന്ന് എനിക്കറിയില്ല. ഒരു വിധം മിക്ക വീട്ടമ്മമാരും ഇങ്ങനെ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം ഞാനാണെങ്കിൽ രാവിലെ ശരിക്കും പറഞ്ഞാൽ ഒരു 5 മണിക്ക് 4:30ക്കൊക്കെ അലാറം വെക്കും. എന്നാലാണ് ഒരു 6 മണിക്കെങ്കിലും എണീക്കാമെന്ന് വിചാരിച്ചിട്ടാണ് 4:30ക്ക് അലാറം വെക്കുന്നത്. 4:30ക്ക് അലാറം അടിക്കും, ഓഫാക്കും, ഞാൻ പിന്നെ ഉറങ്ങും. 5 മണിക്ക് അലാറം അടിക്കും, ഓഫാക്കും. അങ്ങനെ 5:30ക്ക് ഞാൻ എണീക്കും കേട്ടോ. 5:30ക്ക് എണീക്കണമെന്ന് പറഞ്ഞാൽ 6 മണിക്ക് കുഞ്ഞൂന് മദ്രസ ഉണ്ട്. അപ്പോൾ ഓളെ മദ്രസയിലേക്ക് ആക്കാൻ വേണ്ടിയിട്ടാണ് 5:30ക്ക് എണീക്കണേ. 5:30ക്ക് എണീറ്റ് ഓക്കൊരു 2 ദോശ എന്താ പിന്നെ അവിടെ ഉണ്ട് അടുക്കളയിൽ ഓക്കൊരു 2 ദോശ, അവൾക്ക് കഴിക്കാനുള്ള 2 ദോശ മാത്രം ചുടും. ഒരു ഗ്ലാസ് ചായയും വെച്ച് അതൊക്കെ കൊടുത്ത് ഓളെ എണീപ്പിക്കണമെങ്കിൽ സാധാരണ ഓൾ ചെറുതായതുകൊണ്ടായിരിക്കും കുറച്ച് കൊഞ്ചൽ കൂടുതലാണ്. അതുകൊണ്ട് നമ്മൾ ഉറക്കത്തിന് എണീറ്റ് വരില്ല. ഞാൻ തോളിലിട്ട് എടുത്ത് കൊണ്ടുപോകണം. ബാത്റൂമിൽ കൊണ്ടുപോയി ഇരുത്തുമ്പോൾ അവിടെ ഇരുന്ന് ഉറങ്ങിയിരിക്കും. അവിടെ നിന്ന് എടുത്ത് ഞാൻ ബ്രഷ് ചെയ്യാൻ കൊണ്ടുപോയി വെക്കും. അവിടെ ഇരുന്ന് ഉറങ്ങിയിരിക്കും. പിന്നെ ഞാൻ തന്നെ പല്ല് തേപ്പിച്ച്, ഞാൻ തന്നെ ഡ്രസ്സൊക്കെ മാറി, ഞാൻ തന്നെ ഇല്ല അവിടെ ഉണ്ട്. ഞാൻ തന്നെ ഓളെ റെഡിയാക്കണം. പർദ്ദയൊക്കെ ഇടിയിപ്പിച്ച്, മൊക്കനെയൊക്കെ ഇടിയിപ്പിച്ച്, ഭക്ഷണം കൊടുത്ത്, ഭക്ഷണം എല്ലാ കുട്ടികളെയും പോലെ പെട്ടെന്ന് കഴിക്കില്ല, വാരി കൊടുത്ത് അത് കഴിപ്പിച്ച് ഓളെ ഞാൻ മദ്രസയിലേക്ക് അവിടെ വരെ കൊണ്ടുപോയേക്കണം. ഒരു 10-15 മിനിറ്റ് ഇവിടുന്ന് മദ്രസയിലേക്ക് നടക്കാനുണ്ട്. അവിടെ കൊണ്ടുപോയാക്കി അവിടുന്ന് തിരിച്ച് ഞാൻ ഇവിടെ വരുമ്പോൾ 6:30ക്കാണ് നമുക്ക് മദ്രസ. ഒരു 6:45 ആയിട്ടുണ്ടാവും ഇവിടെ തിരിച്ചെത്തുമ്പോൾ. എത്തിയാൽ പിന്നെ എനിക്ക് സ്കൂളിലെ ദിവസമാണെങ്കിൽ തീരെ ടൈം ഉണ്ടാവില്ല. എത്തിയോടെ ഞാൻ പിന്നെ ചായയും കടിയും ഉണ്ടാക്കാനാണ് നോക്കുക. ആ കടി ഉണ്ടാക്കി തീരുന്നതിന് മുൻപേ എനിക്കവളെ കൊണ്ടുവരാനായി. 7:30 ഞാൻ അവളെ കൊണ്ടുവരാൻ പോകും. ഇത്രയും ദൂരം നടന്നിട്ട് പിന്നെയും ഞാൻ അവളെ കൂട്ടിയിട്ട് വരും. വന്നാൽ പിന്നെ മോനെ എണീറ്റിട്ടുണ്ടാവില്ല. മോനെ എണീപ്പിക്കണം. പിന്നെ അവർക്ക് പോകാനുള്ള ഡ്രസ്സൊക്കെ തേച്ചെടുത്ത് വെക്കണം. ഭക്ഷണം ഉണ്ടാക്കണം. അവർക്ക് കൊണ്ടുപോകാനുള്ളത് വേറെ ഉണ്ടാക്കണം. കുടിവെള്ളം ശരിയാക്കണം. ഇതൊക്കെ 9 മണീൻ്റെ ഉള്ളിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാണ്ട്. അതൊക്കെ ചെയ്ത് ഇവരെ സ്കൂളിലേക്ക് മാറ്റിയിട്ട് ഞാൻ ഒരു 10-20 മിനിറ്റോളം നടക്കാനുണ്ടാവും ഞങ്ങൾ ബസ് വരുന്ന സ്ഥലത്തേക്ക്. അവിടെ വരെ ഞാൻ പോകണം. പോവാതെ ഇവർ പോവില്ല. വൈകുന്നേരം ആണെങ്കിൽ ഒരു ആരെങ്കിലും കൂടെ കയറി വരും. രാവിലെ ഞാൻ ഒരവിടം വരെ കൊണ്ടുപോയാക്കണം. കൊണ്ടുപോയാക്കി വന്നാലാണ് പിന്നെ ഒരു 5 മിനിറ്റ് ഇരിക്കാൻ എനിക്ക് തോന്നും. കാരണം അത്രയും നേരം എനിക്ക് റെസ്റ്റ് ഇല്ല. എനിക്ക് നല്ല എല്ലാവരെയും അവസ്ഥ തന്നെ ഇരിക്കും കേട്ടോ.
ഇവിടെ വന്ന് കുറച്ച് നേരം ഒരു 5 മിനിറ്റ് ഞാൻ ഇരുന്നിട്ട് പിന്നെയാണ് ഞാൻ ചായ കുടിക്കുക. 9:30 ആവും ചായ കുടിക്കാൻ. നമ്മൾ ചായ കുടിച്ച് പാത്രം കഴുകി അടിച്ചു വാരി തുടച്ച് മുറ്റടിച്ചു വാരി ബാത്റൂമൊക്കെ കഴുകി അലക്കലും കുളിയൊക്കെ കഴിയുമ്പോഴത്തേക്ക് 2:30-3 മണിയായിട്ടുണ്ടാവും. അതിൻ്റെ ഇടയിൽ നമുക്ക് നിസ്കരിക്കണം, ഓതണം, അങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്യണം. 3-3:30 മണിയാവും അതൊക്കെ തീരുമ്പോഴത്തേക്ക്. അത് കഴിഞ്ഞിട്ടൊന്ന് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചാൽ നടക്കുമോ? നടക്കില്ല. കുന്നുപോലെ കൂട്ടിയിട്ട തുണികളുണ്ടാവും മടക്കി വെക്കാൻ. നമ്മൾ അലക്കുന്ന സമയത്ത് അവിടെ നിന്ന് എടുത്ത് കൊണ്ടുവന്നിട്ട തുണികളുണ്ടാവും നമുക്ക് മടക്കി വെക്കാൻ. അത് മടക്കി തീരൂല. അതിന് മുന്നേ ഇവർ സ്കൂളിൽ വരും. വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവരെ യൂണിഫോം ഊരി അത് അലക്കണം, ഇവരെ കുളിപ്പിക്കണം, ഇവർക്ക് ഭക്ഷണം. എൻ്റെ മക്കൾ വാരി കഴിക്കില്ല കേട്ടോ, എല്ലാവരും എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. വാരി കൊടുക്കണം. മോന് വൈകുന്നേരമാണ് മദ്രസ്. മോനെ മദ്രസിലേക്ക് പറഞ്ഞു കളഞ്ഞു. മോനെ മദ്രസിലേക്ക് പറഞ്ഞു വിടുമ്പോഴത്തേക്ക് 5 മണിക്ക് എനിക്ക് മദ്രസിലേക്ക് പറഞ്ഞു വിട്ടിട്ടാണ് ഞാൻ പിന്നെ കുഞ്ഞുമോളെ കാര്യങ്ങളൊക്കെ ചെയ്യൽ. അതൊക്കെ ചെയ്ത് കഴിഞ്ഞ് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചാൽ നടക്കുമോ? നടക്കില്ല. അപ്പോഴത്തേക്ക് ബാങ്ക് കൊടുക്കാനായി. ഇവർ വൈകുന്നേരം ചായ കുടിച്ച പാത്രങ്ങൾ, സ്കൂളിൽ നിന്ന് കൊണ്ടുവന്ന പാത്രങ്ങൾ ഒക്കെ കഴുകാണ്ടാവും. അതൊക്കെ കഴുകി വെച്ച് നമ്മളൊന്ന് ഫ്രീ ആകുമ്പോഴത്തേക്ക് ബാങ്ക് കൊടുക്കും. ഇപ്പോൾ നമുക്ക് നിസ്കരിക്കണം, ഓതണം. അതിൻ്റെ കൂട്ടത്തിൽ ഇവരെ പഠിപ്പിക്കണം. കുഞ്ഞുമോളെയൊക്കെ എന്തെങ്കിലും ഹോംവർക്ക് ഉണ്ടെങ്കിൽ അത് നോക്കണം, ചെയ്യിപ്പിക്കണം, പഠിപ്പിക്കണം. അത് കഴിഞ്ഞിട്ട് മോന് മദ്രസ വിട്ട് വരാനായിട്ടുണ്ടാകും. 7:30 ആകുമ്പോഴത്തേക്ക് റോഡിലേക്ക് പോയിട്ട് ഓനെ കൂട്ടിയിട്ട് വരണം. ഓനക്ക് പേടിയാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ. അത് കഴിഞ്ഞ് ഓൻ വന്ന് ഓനക്ക് എന്തെങ്കിലും കുടിക്കാൻ കൊടുത്തിട്ട് ഓൻ്റെ കൂടെ ഇരിക്കും ഓനെ പഠിപ്പിക്കാൻ. അത് കഴിഞ്ഞ് ഓനും ഞാനൊക്കെ നിസ്കരിച്ച് ഞങ്ങൾ ചോറ് തിന്ന് കുറച്ച് നേരം ഇരിക്കും. ഞങ്ങൾ കുറച്ച് നേരം ഇരിക്കാണ്ടാവുള്ളൂ കേട്ടോ. ഒന്ന് ഫോണൊക്കെ നോക്കി കുറച്ച് നേരം ഇരിക്കും. പിന്നെ പെട്ടെന്ന് കിടക്കും. ഒരു 10 മണിയാകുമ്പോഴത്തേക്ക് നമ്മൾ കിടക്കും. ഓരോ യൂണിഫോമൊക്കെ ഓരോ ബുക്കൊക്കെ ഒരു ടൈം ടേബിൾ അനുസരിച്ച് എടുത്ത് കഴിച്ച് കഴിഞ്ഞാൽ കുഞ്ഞുമോളെ മുടിയൊക്കെ വാർന്ന് കെട്ടി കൊടുത്തിട്ട് നമ്മൾ കിടക്കുകയാണ്. അതിൻ്റെ ഇടയിൽ എനിക്ക് ആഗ്രഹമുണ്ട്, എനിക്കൊരു മെഷീനുണ്ട് തയ്ക്കാൻ. പുറമക്കാരതല്ലെങ്കിലും എൻ്റെതുണ്ടാവും തയ്ക്കാനൊക്കെ. എന്നോ കൊണ്ടുവന്ന് വെച്ച ചുരിദാർ തുണിയൊക്കെ ഉണ്ട് കാക്ക അവിടെ. പക്ഷെ തയ്ക്കാൻ പറ്റില്ല, സമയം കിട്ടില്ല. എപ്പോഴെങ്കിലുമൊക്കെ കിട്ടുന്ന സമയത്ത് ഞാൻ പിന്നെ ഡ്രസ്സൊക്കെ എടുത്തിട്ട് ഇത്തിരിയൊക്കെ തയ്ച്ചിട്ടാണ് ചുരിദാറൊക്കെ റെഡിയാക്കുന്നത്. ഇതിൻ്റെ ഇടയിൽ നമ്മൾ കുറച്ച് നേരം ആണ് ഈ യൂട്യൂബ് വലിയൊരു ചാനലും വലിയൊരു ഇതൊന്നും അല്ലെങ്കിലും നമ്മൾ എടുക്കുന്ന വീഡിയോ ഒന്ന് എഡിറ്റ് ചെയ്തിട്ട് ഇടണ്ടേ. അപ്പോൾ അതൊന്ന് എഡിറ്റ് ചെയ്യാനോ എന്തിനെങ്കിലും ആയിരിക്കും നമ്മൾ ഫോണെടുത്ത് ഇങ്ങനെ ഇരിക്കണേ. അപ്പോൾ ആരെങ്കിലുമൊക്കെ കണ്ടുകൊണ്ട് വരും കേട്ടോ. അപ്പോൾ ഇവക്കെന്താ പണി? 24 മണിക്കൂർ ഓള് ഫോണിൽ തോണ്ടുക. ഇതാണ് പറയണേ. ഞാൻ വിചാരിക്കാം ഒരു പണിക്ക് പോണ ഒരാൾക്ക് വൈകുന്നേരം ആകുമ്പോൾ കൂലിയും കിട്ടും, വൈകുന്നേരം ആയാൽ അവർക്ക് റെസ്റ്റുമാണ്. പക്ഷേ ഒരു വീട്ടമ്മമാർ 24 മണിക്കൂറും പണിയെടുക്കുകയാണ്. 24 മണിക്കൂറും. അത് ഉറങ്ങാൻ പറ്റുമോ? കുട്ടികൾക്ക് അസുഖമാണെങ്കിൽ ഉറങ്ങാൻ പറ്റില്ല. എണീക്കും, അവർക്ക് വെള്ളം വേണ്ടി വരും, ഭക്ഷണം വേണ്ടി വരും. ഛർദിയാണെങ്കിൽ എണീച്ച് ഛർദിക്കും. അതിൻ്റെ ഇടയിൽ മരുന്ന് കൊടുക്കണം. ഒരൊറ്റ ദിവസം പോലും മര്യാദക്ക് അതിൻ്റെ ഇടയിൽ കാക്ക വിളിക്കുക. ഒറ്റ ദിവസം പോലും മര്യാദക്ക് ഉറങ്ങാൻ പറ്റില്ല കേട്ടോ. ചില ദിവസമൊന്നും തീരെ ഉറങ്ങാൻ പറ്റില്ല. കാരണം ഒരാൾ എണീക്കും, ഒരാൾക്ക് ചുമയാണെങ്കിൽ ആ ചുമയ്ക്ക് ഉറങ്ങുന്ന സമയത്താണല്ലോ ഇവർ ചുമക്കുക. എണീറ്റ് എന്തെങ്കിലുമൊക്കെ വെള്ളം കൊടുത്ത് കിടത്തുമ്പോഴത്തേക്ക് അടുത്ത ആൾക്ക് ബാത്റൂമിൽ പോകാണ്ടാവും. നീപ്പിച്ച് ഓളെ കൊണ്ടുവരുമ്പോഴത്തേക്ക് അടുത്ത ആൾ ചുമച്ച് ഛർദ്ദിക്കും. അപ്പോൾ അത് വാരിടാൻ വേണം. 1 മണി 2 മണി സമയത്തൊക്കെ ചിലപ്പം അസുഖമായിട്ട് നമ്മളിവിടെ നോക്കിയിരിക്കും. ചിലപ്പോൾ കിടന്നുറങ്ങാനേ പറ്റില്ല. ഞാനൊക്കെ അധികം ഡൈനിങ് ഹാളിൽ തോളിലിട്ട് ഇരിക്കും കുഞ്ഞുമോളെ ചുമയൊക്കെ ഇളകിയിട്ട്. അപ്പോൾ അതാണ് നമ്മളെ അവസ്ഥ ആരും മനസ്സിലാക്കില്ലല്ലോ, അറിയുന്നില്ലല്ലോ. അവർ പറയുന്ന ആൾക്കാർ എത്രയോ ആൾക്കാർ പറയണേ ഞാൻ കേട്ടിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്കൊക്കെ എന്താ പണി പറയൽ? തിന്നിരിക്കല്ലേ, വേറെ എന്താ നിങ്ങൾക്ക് പണിയെന്ന് നോക്കും. ഒരുപാട് പണിയുണ്ട്. പക്ഷേ ഇനിയിപ്പോൾ നമ്മളെ വീട്ടിൽ തന്നെ ആരെങ്കിലും വന്ന് കയറിയാലും അവർക്ക് മനസ്സിലാവില്ല നമ്മൾ എത്രത്തോളം പണിയെടുക്കുന്നുണ്ടെന്ന്. എത്ര എടുത്താലും മക്കളത് അലമ്പാക്കിയിട്ടിട്ടുണ്ടാവും. അപ്പോൾ അവർക്ക് മനസ്സിലാവില്ല, ആർക്കും മനസ്സിലാവില്ല. അപ്പോൾ ഇതുപോലെയുള്ള അനുഭവങ്ങളുള്ളവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ. അധികം വീട്ടമ്മമാർ ഇങ്ങനെ തന്നെ ആയിരിക്കും എന്ന് തോന്നുന്നു. ഞാൻ എൻ്റെ അനുഭവമാണ് പറഞ്ഞത്. ഇങ്ങനെ കുറേ ആൾക്കാർ എന്നോട് പറഞ്ഞിരിക്കുന്നത്. പിന്നെ
കാക്കയാണ്, ഞാനിവിടെ ജോലിക്കൊന്നും പോകുന്നില്ല. അപ്പോൾ കാക്കയാണ് ഇവിടെ പണിക്ക് പോണേ. അപ്പോൾ പറയും പിന്നെ എനിക്കെന്താ പണി, എനിക്കിങ്ങനെ നടക്കലെന്നല്ലേ പണി, പിന്നെ ഓൻ കൊണ്ടുവരുന്നേ തിന്നിരിക്കല്ലേ എന്ന് പറയും. തമാശക്ക് പറയണതാണ്. പക്ഷെ ശരിക്കും നമ്മളെന്തൊക്കെ ഒരു പുറത്ത് പണിക്ക് പോകണ മാതിരി തന്നെ നമ്മൾ വീട്ടിലിരുന്നിട്ട് നമ്മളും പണി ചെയ്യുന്നുണ്ട്. പിന്നെ അടുത്ത ഭർത്താക്കന്മാരില്ലെങ്കിൽ വീട്ടിലേക്കുള്ള സാധനങ്ങൾ എല്ലാം നമ്മൾ വാങ്ങണം, കുട്ടികളുടെ കാര്യം നോക്കണം, എല്ലാം നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യണം. അതൊക്കെ അനുഭവിച്ചാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. അനുഭവിക്കാത്തവർക്ക് അത് മനസ്സിലാവില്ല. ഞാനാണെങ്കിലും ഇപ്പോൾ കുട്ടികൾക്ക് എന്തെങ്കിലും അസുഖം വന്നാൽ കുട്ടികൾ പിന്നെ സ്കൂളില്ലാത്ത ദിവസങ്ങളിൽ എന്തെങ്കിലും പരിപാടിക്ക് അവർക്ക് പോകണമെങ്കിൽ ഒക്കെ ഞാൻ പോകണം. പിന്നെ ഇപ്പോൾ പുരയിലേക്ക് സാധനങ്ങൾ വാങ്ങണമെങ്കിൽ നമ്മൾ തന്നെ വാങ്ങണം, ഡ്രസ്സ് വാങ്ങണമെങ്കിൽ നമ്മൾ തന്നെ പോകണം, മരുന്ന് വാങ്ങണമെങ്കിൽ നമ്മൾ തന്നെ പോകണം. അപ്പോൾ മാപ്പിളാർ എടുത്തിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ അവർ ചെയ്തു തരും, ഇല്ലാത്തവർക്ക് അതും കൂടെ ചെയ്യണം. അപ്പോൾ ഒരു പുറത്ത് പണിക്ക് പോകുന്നുണ്ടെങ്കിൽ നമ്മളും അതേപോലെ നമ്മളും വീട്ടിലിരുന്ന് നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷേ അത് പുറത്തുനിന്ന് നോക്കുന്നവർക്ക് ചിലപ്പോൾ മനസ്സിലാവില്ല. പക്ഷേ എല്ലാ ഭർത്താക്കന്മാരും ഒരുവിധം ഭർത്താക്കന്മാരൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെ. പക്ഷേ കാക്ക അങ്ങനെ പറയലില്ല. എന്താ എനിക്ക് അവിടെ പണി ഒന്നും ചോദിക്കില്ല. പക്ഷേ പണിയെടുക്കണം എന്ന് പറയും, എപ്പോഴും പണിയെടുക്കണം, ശരീരം വ്യായാമം ചെയ്യണം, പെരത്തെ പണിയെടുക്കണം എന്നൊക്കെ കാക്ക ഇങ്ങനെ പറയും കേട്ടോ. അപ്പം ഞാനിതൊരു തമാശയായിട്ട് പറഞ്ഞാണ്, ഇതൊന്നും സീരിയസ് ആക്കി ആരും എടുക്കണ്ട. പിന്നെ ആ കാക്ക അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ പെരയിൽ വന്നിങ്ങനെ ചിന്തിച്ചു, നമ്മളെന്തോരം പണി ചെയ്യുന്നുണ്ട് എന്നിട്ടും അവരെങ്ങനെയാണല്ലോ പറയണതെന്ന്. അപ്പോൾ അതുകൊണ്ട് ഞാനൊന്ന് ഷെയർ ചെയ്തേന്നുള്ളൂ. അപ്പോൾ എന്തെങ്കിലും അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്തെങ്കിലും നിങ്ങളെ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ പറയുക. ഓക്കെ, ബൈ, അസ്സലാമു അലൈക്കും.